കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ് ആറ്റിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് സംഭവിച്ചത്? സംഗീത, പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. അതായത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയ അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന ബസ് ആറ്റിലേക്ക് മറിയുകയായിരുന്നു. തെന്മലയിൽ നിന്നും വരുന്ന ഒരു ആറുണ്ട്, ആര്യങ്കാവ് ഭാഗത്തേക്ക് ഒഴുകുന്ന ആറുണ്ട്. ആറ്റിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ 30-ലധികം യാത്രക്കാർ ഈ ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 16 പേരെ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും സാരമായ പരിക്കാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അപകടത്തിൽപ്പെട്ടവരെ പൂർണ്ണമായും അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റിയിരിക്കുകയാണ്. 16 പേർ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് പോയ അയ്യപ്പ ഭക്തരാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഇത്തരത്തിൽ ഈ വാഹനം നിയന്ത്രണം വിട്ട് ആര്യങ്കാവിലെ ഈ ആറ്റിലേക്ക് മറഞ്ഞത്. സംഗീത, ഷമീർ, ഈ രക്ഷാപ്രവർത്തനം എത്തരത്തിലായിരുന്നു? വാഹനം മറിഞ്ഞ ഉടൻ തന്നെ അതിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്താനൊക്കെ സാധിച്ചിരുന്നു? സംഗീത, അതൊരു അന്തർ സംസ്ഥാന പാതയാണ്. ആര്യങ്കാവ് കൊല്ലം അന്തർ സംസ്ഥാന പാതയാണ്. അത് കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എതിരെ വന്ന വാഹന യാത്രികർ ഇത് കാണുകയും ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും നാട്ടുകാരും അതുപോലെ ഇതുവഴി സഞ്ചരിച്ചിരുന്ന ലോറി ഡ്രൈവർമാരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. ആളുകളെല്ലാം വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലാവരെയും തന്നെയും പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന കണക്കനുസരിച്ച് 16 പേർ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ബസ്സിൽ സഞ്ചരിച്ചവരിൽ നിന്നും ലഭിക്കുന്ന വിവരം 30 യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ള യാത്രക്കാരെ സമീപത്ത് തെന്മലയിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ അപകടത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് 16 പേരാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംഗീത, ഷമീർ, ഈ വാഹനം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? വാഹനം ഉയർത്താൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചിരുന്നോ ഈ ഘട്ടത്തിൽ? വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വലുതായേനെ എന്നാണ് ഇപ്പോൾ തെന്മല പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അപകടം വണ്ടി റോഡിൽ നിന്ന് തെന്നിമാറി തെന്മല ആറ്റിലേക്ക് പൊടുന്നനെ വീഴുകയായിരുന്നു. ഒഴുക്ക് വളരെ കുറവായിരുന്നു. ഈ ആറിലേക്ക് വീണ സമയത്ത് ബസ്സിൽ നിന്നുണ്ടായിരുന്ന നിരവധി ആളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും അതുപോലെ വാഹനം മറിഞ്ഞ ആഘാതത്തിലുമാണ് ഇവർക്കെല്ലാം തന്നെ പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിക്ക് വണ്ടി ഒരു ഭാഗം ചരിഞ്ഞാണ് ആറ്റിലേക്ക് നിന്നത്. ഇത് കണ്ട വാഹനയാത്രികരാണ് വളരെ വേഗത്തിൽ ആളുകളെ പുറത്തെത്തിക്കാനായി ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട്. പരിക്കുകൾ മാത്രമാണ് നിലവിൽ ഏറ്റിട്ടുള്ളത്. ആർക്കും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും വലിയൊരു ദുരന്തം ഇത്തരത്തിൽ ഒരു ആറ്റിലേക്ക് വീണ ഒരു സംഭവം. അതിൽ വളരെ വേഗം പുലർച്ചെയായിട്ട് വളരെ വേഗം രക്ഷാപ്രവർത്തനം പോലീസിനും അതുപോലെ നാട്ടുകാർക്കും ഒക്കെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റ് വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സംഗീത, ശരി ഷമീർ. കൊല്ലം ആര്യങ്കാവിലാണ് ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബസ് ആറ്റിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ചികിത്സയിൽ കഴിയുകയാണെന്നാണ് ഷമീർ അബ്ദുൾ നൽകുന്ന വിവരം.